പശു, ആട്, കുതിര, നായ എന്നിങ്ങനെ മൃഗലോകത്തു നിന്നുള്ള 4 പേരെയും കൂട്ടിയാണ് ഷെയ്ഖ് അബ്ദുൾ റഷീദ് എന്ന എഞ്ചിനീയർ 2015 ഡിസംബർ 10 മനുഷ്യാവകാശ ദിനത്തിൽ ശ്രീനഗറിലെ ലാൽ ചൗക്കിലേക്ക് ജാഥ നടത്തിയത്. മൃഗങ്ങളുടെ കഴുത്തിൽ 2 വാചകങ്ങൾ എഴുതിയ പ്ലക്കാർഡ് തൂക്കിയിരുന്നു. പശുവിന്റെ കഴുത്തിലെ പ്ലക്കാർഡിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ സംഘപരിവാറിന്റെ പശുവാണ്, ഞാൻ കശ്മീരികളെക്കാൾ സുരക്ഷിതരാണ്. രാജ്യത്താകെ വിശേഷിച്ച് കാശ്മീരിൽ മനുഷ്യരെക്കാൾ സുരക്ഷിതരും അവകാശങ്ങളുമുള്ളവരാണ് മൃഗങ്ങളെന്ന് സൂചിപ്പിക്കുകയായിരുന്നു തന്റെ ഉദ്ദേശമെന്ന് റഷീദ് ജാഥയെക്കുറിച്ച് പറഞ്ഞു. അതിനു മുൻപും പിന്നീടും വ്യത്യസ്തമായ നടപടികളിലൂടെ അവാമി ഇത്തിഹാദ് പാർട്ടിയുടെ നേതാവ് ജനശ്രദ്ധയും ചിലപ്പോഴൊക്കെ BJPയുടെ തല്ലും വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടക്കൻ കാശ്മീരിലെ ബരാമുല്ലയിൽ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുൾ റഷീദ് തോൽപ്പിച്ചത് തീഹാർ ജയിലിലായിരിക്കുമ്പോഴാണ്. ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജമ്മു കാശ്മീരിൽ റഷീദ് പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത് ജയിലിൽ നിന്നും ജാമ്യത്തിലെത്തിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനിറങ്ങാൻ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇളവ് നൽകിയിരുന്നു. ആ ഉത്തരവിന്റെ പകർപ്പുമായി പ്രചരണ ജാമ്യം ചോദിച്ച് റഷീദിന് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നില്ല. ഡൽഹി പട്യാല കോടതിയിലെ അഡീഷണൽ സെക്ഷൻ ജഡ്ജി ചന്ദർജിത് സിംഗും ജാമ്യം നൽകി. സംഘപരിവാറിന്റെ പശുവിനെയാണ് റഷീദ് 9 വർഷം മുമ്പ് അവതരിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ അദ്ദേഹം BJPയുടെ പകരക്കാരനാണെന്ന് ജാമ്യം അതിന് തെളിവാണെന്നും എതിരാളികൾ ആരോപിക്കുന്നു. തങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ട് പുലർത്തിയാണ് റഷീദിന്റെ ലക്ഷ്യമെന്നും എന്നാൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി കൽപ്പിച്ച 370 ഭരണഘടനാ വകുപ്പ് തിരിച്ചു കൊണ്ടുവരുവാൻ ഡൽഹിയിൽ പ്രവർത്തിക്കാനാണ് താൻ താല്പര്യപ്പെടുന്നതെന്നും പ്രശ്നപരിഹാരത്തിന് താല്പര്യമുള്ള ആരുമായും സഹകരിക്കുമെന്നും റഷീദ് മറുപടി നൽകി. BJPയുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്ന പ്രശ്നമില്ലെന്നും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം തന്റെ ഉപാധികൾ അംഗീകരിച്ചാൽ സഹകരിക്കുമെന്നും PDP നേതാവ് മെഹബൂബ മുഫ്തി അറിയിച്ചു. 2014 BJPയുമായി ചേർന്ന് സർക്കാരുണ്ടാക്കിയ PDPക്ക് പഴയ ബലമില്ല. 2019 പ്രത്യേക സംസ്ഥാന പദവികൾ പിൻവലിക്കപ്പെട്ട കാലത്ത് മെഹബൂബ വീട്ടുതടങ്കലിലായിരുന്നു. പ്രചരണത്തിൽ BJP മെഹബൂബയെയും എതിർപക്ഷത്തെയും കുടുംബവാഴ്ചക്കാരുടെ ഗണത്തിലായിരുന്നു പെടുത്തിയിരുന്നത്. എങ്കിലും മെഹബൂബയിൽ BJP പ്രതീക്ഷ വെക്കുന്നുണ്ട്. ആകെ 90 സീറ്റുള്ള ജമ്മു കാശ്മീരിലെ 62 സീറ്റിലാണ് BJP മത്സരിക്കുന്നത്. എന്നാൽ തന്റെ പാർട്ടി ഭൂരിപക്ഷം നേടി ഭരണം പിടിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഉറപ്പു പറഞ്ഞത്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 370-ലേറെ BJPക്കെന്നും 400-ൽ ഏറെ സഖ്യത്തിനെന്നും മോദി പ്രതീക്ഷ നൽകിയത്. അത്തരമൊരു ഭൂരിപക്ഷ പ്രവചനമാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ BJPയുടെ മനസ്സിൽ മറ്റു ചില കണക്കുകളുമുണ്ട്. കോൺഗ്രസിന് കാര്യമായ സീറ്റെണ്ണം ഇല്ലെങ്കിൽ മറ്റേത് വലിയ കക്ഷിയെയും തങ്ങളുമായി സഹകരിക്കുമെന്ന പ്രതീക്ഷ തന്നെ അതിൽ പ്രധാനം. മറ്റ് പ്രബല കക്ഷികളുടെ വോട്ട് പുലർത്താൻ മാത്രമല്ല, ബലം വന്നു കഴിഞ്ഞാൽ കണക്ക് തികയ്ക്കാൻ കൂടി വേണ്ടി സ്വതന്ത്രരിൽ BJP പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കശ്മീർ മേഖലയിൽ മാത്രം കാര്യമെടുത്താൽ 47 സീറ്റിൽ 19-ൽ മാത്രമാണ് BJPക്ക് സ്ഥാനാർത്ഥിയുള്ളത്. ഈ 47-ൽ ഓരോ മണ്ഡലത്തിലും ശരാശരി 5 വീതം സ്വതന്ത്രരുമുണ്ട്. 2014-ലെ PDP-BJP സഖ്യത്തിന് കളം വരച്ച റാം മാധവിനെ പാർട്ടിയുടെ അനഭിമത പട്ടികയിൽ നിന്നും മാറ്റി കാശ്മീർ താഴ്വരയിലേക്ക് വീണ്ടും അയച്ചിരിക്കുകയാണ് പലവിധ ദൗത്യങ്ങൾക്കായി. ഇത്തവണ ഏറ്റവും കൂടുതൽ വിമത പ്രശ്നമുള്ളത് BJPക്കാണെന്നത് പരിഗണിക്കുമ്പോൾ തനിച്ച് ഭൂരിപക്ഷം നേടിയുള്ള BJP ഭരണമെന്ന് മോദി പറയുന്നത് പ്രചരണം കൊഴുപ്പിക്കാൻ മാത്രമാണെന്നുള്ളത് വ്യക്തമാണ്. സുപ്രീം കോടതി സമയപരിധി നിർദ്ദേശിച്ചതുകൊണ്ടാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്രം തയ്യാറായത്. എത്രയും വേഗം സംസ്ഥാന പദവി തിരികെ നൽകണമെന്നും കഴിഞ്ഞ ഡിസംബർ 11 കോടതി നിർദ്ദേശിച്ചിരുന്നു. എത്രയും വേഗം എന്നതിലെ വേഗം തങ്ങളാണ് തീരുമാനിക്കുന്നതെന്ന് വിധി വന്ന് 10 മാസം കഴിഞ്ഞും കേന്ദ്രത്തിന്റെ BJPയുടെ നിലപാട്. എന്തൊക്കെയായാലും ഏറെ വൈകിയാണെങ്കിലും ജമ്മു കാശ്മീരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ്. 2ാം ഘട്ടത്തിൽ വോട്ട് ശതമാനം കുറഞ്ഞെങ്കിലും ജനം വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ജയിലിലുള്ളവർക്കായി ശബ്ദിക്കാനാണെന്ന് പറഞ്ഞ് സ്വതന്ത്രരായി മത്സരിക്കുന്നവരുമുണ്ട്. BJPയുടെ പിന്തുണയുള്ളവരാണെന്ന ആരോപണം കേൾക്കുന്നവരുമുണ്ട്. എന്ത് കാരണത്താലാണെങ്കിലും തീവ്ര നിലപാടുകളോടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. പണ്ട് കേട്ടിരുന്ന പലതുമല്ല, പ്രത്യേക പദവി തിരികെ വേണമെന്നും മനുഷ്യാവകാശങ്ങൾ മാനിക്കപ്പെടണമെന്നും പലരുടെയും മുദ്രാവാക്യം മുഴങ്ങി കേൾക്കുന്നുണ്ട്. അതിർത്തിയിലെ ശബ്ദത്തിനും മാറ്റങ്ങൾ വരേണ്ടതുണ്ട്.